ഈ സംഭവത്തിനകത്ത് നടി പീഡിപ്പിക്കപ്പെട്ടു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല, ഒരു തർക്കവുമില്ല. പ്രതികൾക്ക് കൃത്യമായി തന്നെ ഇതിനകത്ത് ചാർജ് ഷീറ്റിന്റെ പ്രകാരമുള്ള എല്ലാ തെളിവുകളിലെയും അടിസ്ഥാനത്തിൽ അവർ കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തിയത്. അതിനുശേഷമാണ് ഇതിനകത്ത് ട്വിസ്റ്റ് സംഭവിച്ചത്. ഈ പറയുന്ന ഫെബ്രുവരി 17 ശേഷം ജൂൺ 10 വരെയുള്ള ദിലീപിനെ അറസ്റ്റ് ചെയ്യുന്ന ജൂൺ 10 വരെയുള്ള ഇതിനിടയിലുള്ള കാലാവധിക്കുള്ളിൽ ഈ കേസിനകത്തേക്ക് ദിലീപിനെ കൊണ്ടുവന്നു വയ്ക്കുകയായിരുന്നു. ആ ദിലീപിനെ പ്രതിയാക്കണമെന്ന് ആരൊക്കെയോ തീരുമാനിച്ച് ഉറപ്പിച്ച രീതിയിലുള്ള സ്ക്രിപ്റ്റിംഗ് ആണ് അതിനകത്ത് നടന്നിട്ടുള്ളത്. അതിനകത്ത് ബി സന്ധിക്ക് കൈയെഴുതാനാവില്ല, ബൈജു പലൂസിനെ കൈയെഴുതാനാവില്ല, സുദർശനെ കൈയെഴുതാനാവില്ല. അങ്ങനെയുള്ള ആ അന്വേഷണ സംഘത്തിന്റെ ഭാഗമായിരുന്ന ഓരോ പോലീസ് ഉദ്യോഗസ്ഥനും ഈ വിഷയത്തിനകത്ത് കൈയെഴുതാനാവില്ല. കാരണം ഇവർക്കൊക്കെ വളരെ വ്യക്തമായിട്ടും സത്യമായിട്ടും അറിയാം ഈ കേസിന്റെ അകത്ത് ഈ ഗൂഢാലോചനയിൽ ദിലീപില്ല, ദിലീപിനെ പിന്നീട് ഇതിനകത്തേക്ക് ചേർത്തതാണ് എന്ന്